DQ, DQ. Let's welcome Dulquer Salmaan. DQ, DQ, DQ. താങ്ക് യു അജ്മാൻ. വളരെ 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 നന്ദിയുണ്ട്. ഇവിടെ അറ്റ്ലീസ്റ്റ് എപ്പോൾ വരുമ്പോഴും ഇതുപോലത്തെ തന്നെ സ്വീകരണമാണ് എല്ലായിടത്തും. ഇത്രയും സ്നേഹവും ഇത്രയും നിങ്ങളെല്ലാവരും ഇതുപോലെ വന്ന് വെയിറ്റ് ചെയ്യും. ഈ ഇത്ര തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും. സോ എല്ലാത്തിനും നന്ദി. അവർക്ക് എല്ലാവർക്കും പാട്ട് പാടണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു പാട്ട് പാടി കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ വീണ്ടും പാട്ട് വേണോ? അത് ഞാൻ പറഞ്ഞ ഗോപി ഇല്ലെങ്കിൽ എനിക്ക് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗോപി നമ്മൾ വിളിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിത് ആദ്യം 15-ാം തീയതി നടത്താനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇത് ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നത് ഹി വാസ് നോട്ട് ഫീലിംഗ് വെൽ അറ്റ് ഓൾ ആൻഡ് സ്റ്റിൽ ഐ നോ ദാറ്റ് യു ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഇൽനെസ്. ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടിരിക്കുകയാണ് എന്നുള്ളത് നന്നായിട്ടറിയാം. സത്യം പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും കാണാനായിട്ട് ഈ പെയിൻസ് എടുത്ത് ഇവിടെ വന്നതിന് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. ഹി സ്റ്റിൽ നോട്ട് ഫീലിംഗ് വെൽ. അസുഖമൊക്കെ മാറി സുഖമായിട്ട് വീണ്ടും വരണം. എന്തായാലും ഉറപ്പായിട്ടും. Okay, Dulquer, one question. The same thing that I asked Pavati. ദുൽഖറിന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് ചാർലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടപ്പോ തന്നെ കുളിക്കില്ല, നനയ്ക്കില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയതാണ്. ഒരു പേടി ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ? അതായത് ആൾക്കാർ കണ്ടിട്ട് അയ്യേ വൃത്തിയിട്ടവൻ എന്ന് പറയുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നു എന്റെ വലിയ വലിയ ഭാഗ്യമാണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുന്നത്. എന്റെ മദർ എസ്പെഷ്യലി പറയും ഇതുപോലത്തെ ഒരു ക്യാരക്ടർ അല്ലേ? ശരി. ഈ ഇത്രയും എന്റെ കരിയറിന്റെ ഇത്രയും ഏർലി ഒരു സ്റ്റേജിൽ തന്നെ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്ന വലിയ ഭാഗ്യമാണെന്ന്. അതുകൊണ്ട് താങ്ക് യു മാർട്ടിൻ ചേട്ടാ, താങ്ക് യു ഉണ്ണിച്ചേട്ടൻ, എല്ലാവരും. ആ ഫസ്റ്റ് ഇൻട്രോ സീനിൽ അവിടെ ഇരുന്ന് ഫോണിൽ വിളിച്ച് പറയുന്ന ആ ഹിന്ദി ഡയലോഗ്, ഡു യു റിമെമ്പർ ദാറ്റ്? യു ഡു? ക്യാൻ വി ഹിയർ ദാറ്റ്? തെറ്റിയാലും കുഴപ്പമില്ല. We ask you off the cuff, right? तेरी आंखों के खजाने में छिपा था मुसाफिर का दरिया, और तेरे दिल के खजाने में वो दरिया का नमक. നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തുന്ന ഒരു പാവം ചിഹ്ന. That's one of my favorite lines. Fabulous, fabulous. ആ ഒരൊറ്റ ലൈൻ കൊണ്ട് ആ ക്യാരക്ടർ അങ്ങ് ലാൻഡ് ചെയ്തു. No doubt. Let me ask you, ഇതിനകത്ത് ഒരു 4 സബ് പ്ലോട്ട്സ് ഉണ്ടെന്ന് പറയാം. ലൈക്ക് കൽപ്പന ചേച്ചിയുടെ കഥ, ചെമ്പൻ വിനോദമൻ, അപർണ സ്റ്റോറി, ദെൻ നെടുമുടി വേണു സ്റ്റോറി, അങ്ങനെയുള്ള ഒരുപാട് സബ് പ്ലോട്ട്സ് ഉണ്ട്. Which is the one that touched you the most? എനിക്ക് കൽപ്പന ചേച്ചിയായിരിക്കും. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും കണ്ണു നിറഞ്ഞതാണ്. അതിന്റെ ഒരു ആ ക്വീൻ മേരിയുടെ അടുത്ത് പറയുന്ന ആ സ്നേഹത്തിന്റെ ഡയലോഗ് ഒന്ന് പറയാമോ? ഓർമ്മയുണ്ടോ? ഈ കടലിൽ നിന്റെ കണ്ണീരിന്റെ ഉപ്പ് വേണ്ട, വെറുതെ മാറ്റി തന്നെ കറക്റ്റ് അറിയിക്കുമ്പോ. തൽക്കാലത്തേക്ക് ആ ഒരു സാധനത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മേരിക്കുട്ടി ക്വീൻ മേരി എന്ന് ചേർത്ത് പിടിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു ഉമ്മയുണ്ട്. ദാറ്റ് വാസ് എ മെസ്സേജ് ആക്ച്വലി. എയ്ഡ്സിന്റെ ഒരു അൺടച്ചബിലിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ചാർലി നൽകിയ, ദുൽഖർ നൽകിയ, ഈ ടീം നൽകിയ മെസ്സേജ് ആയിരുന്നു. That was absolutely gorgeous. You guys need to give it for that. ആ ഒരു മെസ്സേജിന്. Alright guys, ദുൽഖറിനെ കൊണ്ട് പാടിക്കണമെങ്കിൽ ഗോപിയും കൂടി വരണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹോൾ ടീമില് പ്രധാനപ്പെട്ട 2 പേരെ മിസ്സിംഗ് ആണ്. ഒന്ന് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത്